സംസ്ഥാനത്ത് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി മൂലം വലഞ്ഞിരിക്കുകയാണ് ജനങ്ങളും അധികാരികളും. പെൻഷൻ പോലുള്ള ക്ഷേമ പദ്ധതികളുടെ കുടിശ്ശിക നൽകാനും ശമ്പള വിതരണത്തിനും ദൈനംദിന ചിലവുകൾക്കുമെല്ലാം സർക്കാർ കടമെടുക്കേണ്ട അവസ്ഥയാണ് തുടർച്ചയായി കേരളത്തിൽ നടക്കുന്നത്. ശമ്പളവും പെൻഷനും നൽകാൻ പോലും ബുദ്ധിമുട്ടുന്ന രീതിയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനം ഇപ്പോൾ നേരിടുന്നത്. അടുത്ത മാസത്തെ ശമ്പളം കൊടുക്കാൻ സഹകരണ ബാങ്കുകളിൽ നിന്ന് കടമെടുക്കാനാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നീക്കം. കടമെടുപ്പിലെ കേന്ദ്ര നിയന്ത്രണവും കേരളത്തിന് ഓർക്കാപ്പുറത്ത് കിട്ടിയ അടിയാണ്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി മൂലം കൂടുതൽ വലഞ്ഞിരിക്കുന്നത് പെൻഷൻ വാങ്ങുന്നവരാണ്. നിലവിൽ 4 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കാനുള്ളത്. ഇപ്പോഴത്തെ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ സർക്കാരിനെതിരെ വീണ്ടും ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് മറിയക്കുട്ടി. ഇതിനു മുൻപും 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ടെന്ന് കാട്ടി ഇടുക്കി അടിമാലി സ്വദേശിനി മറിയക്കുട്ടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അന്ന് ഹൈക്കോടതി സർക്കാരിനെതിരെ വാക്കാൽ പരാമർശവും നടത്തിയിരുന്നു. ഇപ്പോഴത്തെ സർക്കാരിനെതിരെ പടപൊരുതാൻ മറിയക്കുട്ടി വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പെട്രോൾ, ഡീസൽ, മദ്യസെസ് പിരിച്ചത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി. 1/4/2022 മുതൽ സർക്കാർ പിരിച്ച സെസ്സിൽ നിന്ന് പെൻഷൻ നൽകാൻ സർക്കാർ എത്ര വിനിയോഗിച്ചെന്ന് വ്യക്തമാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. അധിക സെസ് ഏർപ്പെടുത്തിയത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാനെന്നായിരുന്നു സർക്കാരിന്റെ വാദം. മാസപ്പടിയിൽ നിന്നല്ല, ജനങ്ങളുടെ നികുതിയിൽ നിന്നാണ് പെൻഷൻ ചോദിക്കുന്നതെന്ന് ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ പ്രതിഷേധിച്ച മറിയക്കുട്ടി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. സമരത്തിന് പിന്നാലെ കോൺഗ്രസിന്റെയും BJPയുടെയും പരിപാടിയിൽ പങ്കെടുത്ത മറിയക്കുട്ടിക്കെതിരെ CPIM വിമർശനം ഉന്നയിച്ചിരുന്നു. എന്നാൽ പിണറായി വിജയന്റേതല്ലാത്ത എല്ലാ പാർട്ടികളുടെയും പരിപാടികളിലും പങ്കെടുക്കുമെന്നാണ് മറിയക്കുട്ടിയുടെ പ്രതികരണം. ഇക്കാര്യം ആദ്യം മുതൽ തന്നെ പറഞ്ഞിരുന്നുവെന്ന് മറിയക്കുട്ടി പറഞ്ഞു.